സംസ്ഥാനത്ത് യു.ഡി.എഫ് തരംഗത്തിൽ എൽ.ഡി.എഫ് തകർന്നടിഞ്ഞപ്പോഴും മണലൂരിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപന്റെ പരാജയം പ്രത്യേക ശ്രദ്ധ നേടുകയാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ വെറും 126 വോട്ടുകൾക്കാണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിനോട് ടി.എൻ. പ്രതാപൻ പരാജയപ്പെട്ടത്. വോട്ടെണ്ണലിന്റെ അവസാന നിമിഷം വരെ മണലൂരിന്റെ കാര്യത്തിൽ സസ്പെൻസ് നിലനിന്നിരുന്നു. രവീന്ദ്രനാഥ് 65,337 വോട്ടുകൾ നേടിയപ്പോൾ ടി.എൻ. പ്രതാപൻ 65,211 വോട്ടുകൾ നേടി. മൂന്നാമതെത്തിയ ബി.ജെ.പി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ 38,125 വോട്ടുകൾ നേടി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുടനീളം വലിയ ആത്മവിശ്വാസം ടി.എൻ. പ്രതാപന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്നാൽ യു.ഡി.എഫ് തരംഗത്തിനിടയിലും ടി.എൻ. പ്രതാപനെ മണലൂർ മണ്ഡലത്തിലെ വോട്ടർമാർ തുണച്ചില്ല. 126 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ടി.എൻ. പ്രതാപൻ പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അപരൻ എ. പ്രതാപന് 184 വോട്ടുകൾ ലഭിച്ചിരുന്നു. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി രവീന്ദ്രനാഥിന്റെ അപരൻ കെ. രവീന്ദ്രനാഥ് 234 വോട്ടുകളും നേടിയിരുന്നു. യു.ഡി.എഫ് അധികാരത്തിലെത്തിയാൽ സുപ്രധാന വകുപ്പിന്റെ മന്ത്രിയാകുമെന്ന് ഉറപ്പുണ്ടായിരുന്ന പ്രതാപൻ മണ്ഡലത്തിൽ തന്റെ ക്യാമ്പ് ഓഫീസ് സജ്ജമാക്കുകയും ചെയ്തിരുന്നു. സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ മണലൂരിൽ പ്രതാപൻ പ്രചരണം ആരംഭിച്ചിരുന്നു. എന്നാൽ സി രവീന്ദ്രനാഥിന്റെ ജനകീയത പ്രതാപന്റെ വഴി മുടക്കുകയായിരുന്നു. കൂടാതെ കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചതും പരാജയത്തിന് കാരണമായതാണ് കരുതുന്നത്. പ്രതാപനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ചൂണ്ടൽ പഞ്ചായത്തിലുള്ള യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറിയെ കോൺഗ്രസ് നേതൃത്വം പുറത്താക്കിയിരുന്നു.